നമ്മളിപ്പോൾ ഉള്ളത് ഇരിക്കൂറാണ്. ഇരിക്കൂർ നിലാമുറ്റത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ നിലാമുറ്റത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ആ റോഡ് ശോചനീയാവസ്ഥയിലാണ്. ശോചനീയാവസ്ഥയിലാണെന്ന് പറയുമ്പോൾ ഒരു ചെറിയ രീതിയിലെങ്കിലും അതൊരു ഗർത്തമായിട്ട് രൂപപ്പെടുകയാണ് ഉണ്ടായത്. ആ ഗർത്തം ഒരുപാട് അപകടങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ഈ തളിപ്പറമ്പ് ഭാഗത്തേക്കും അതുപോലെ തന്നെ മാങ്ങാട്ടുപറമ്പ് മിലിറ്ററി ക്യാമ്പിലൊക്കെ പോകുന്ന ഏറ്റവും ആദ്യത്തെ റോഡാണ് ഈ ഇരിക്കൂർ റോഡ്. എന്തായാലും ഏറ്റവും നല്ല റോഡായിരുന്നു. പക്ഷേ ചെറിയ ചെറിയ കുഴികളൊക്കെ കാരണം വണ്ടികളൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ 2 വീലറിൽ പോകുന്നവരൊക്കെ അപകടത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലാമുറ്റത്ത് ഈ ഒരു ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടം നടന്നിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം കാണണം എന്നുള്ളൊരു ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ചെറിയൊരു ഗർത്തമാണെങ്കിലും അതിൻ്റെ ഒരു അപകടം ഏറ്റവും വലുതാണ്. ഒരുപാട് നൂറുകണക്കിന് വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു വഴിയാണ്. അതുപോലെ തന്നെ മാമാനത്തമ്പലം നിലാമുറ്റം കൊട്ടിയൂരമ്പലത്തിലേക്കെല്ലാം പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗമായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വണ്ടികളും അപകടങ്ങളൊക്കെ ഇവിടെ പതിയിരിക്കുന്നുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇരിക്കൂറിലെ ഈ റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിലാണ് ഈ ചെറിയ രീതിയിലെങ്കിൽ കുഴിച്ച് അത് ഒരു വലിയൊരു അപകടത്തിലേക്ക് നയിക്കാറുണ്ടല്ലേ? തീർച്ചയായും ഈ ഞാനൊരു കടവച്ചിരിക്കുമ്പോൾ ഇതിനു മുമ്പിൽ പല പ്രാവശ്യം അപകടം നടന്നു. ഇവിടെ ആക്സിഡൻ്റായി ലോറിയുടെ വേക്കിൽ വണ്ടിയടിച്ച ഒരാൾ മരിച്ചു. അതുകൂടാതെ ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് സ്ഥിരമായി സൈക്കിൾ മഴ പെയ്യുമ്പോൾ ഈ ചെറിയ കുഴിയാണെങ്കിലും ഈ കുഴി കാണില്ല. ഈ കുഴിയിൽ പെട്ടെന്ന് സൈക്കിൾ വന്ന് അതിനകത്ത് വീഴുകയാണ്. ഞാൻ അപകടത്തിൽപ്പെടും. അപ്പോൾ ഞങ്ങൾക്ക് ഓടി വന്ന് എടുക്കല പരിപാടി. അപ്പോൾ ഇത് നിത്യാനിത സംഭവമാകുമ്പോൾ മാനസികമായിട്ട് ഭയങ്കരമായ പ്രയാസമുണ്ട്. അപ്പോൾ സ്ഥലത്തെ MLA ഇത് നേരിട്ട് അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ സ്ഥലത്തെ MLA നേരിട്ട് കാണുക, ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ TV-യിലൂടെയും മറ്റ് ചാനലിലൂടെയും ഇത്തെ ഒരു ദുരിതാവസ്ഥ അഥവാ അപകടമുണ്ടാകുന്ന കാര്യങ്ങൾ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുമാത്രമല്ല സ്റ്റേറ്റ് ഹൈവേയിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഫസ്റ്റ് വന്ന 2014 തോന്നുന്നു എൻ്റെ ഓർമ്മ. 14 ഇരിട്ടി തളിപ്പറമ്പ് സ്റ്റേറ്റ് ഹൈവേയിൽ ഏറ്റവും നല്ല മെക്കാറിഡൻ്റ് ഇറങ്ങിയുള്ള ഏറ്റവും നല്ല ഫസ്റ്റ് റോഡായിരുന്നു ഇത്. ഇപ്പം നിലവിൽ റോഡിൻ്റെ വീതിയെല്ലാം കുറഞ്ഞ് റോഡ് അവിടെ എല്ലാ സൈഡും പൊട്ടിപ്പൊളിഞ്ഞ് റോഡൊന്നും ഇല്ലാത്തൊരവസ്ഥയിലായിട്ടുള്ളത്. 10-15 വർഷത്തോളമായി ഈ റോഡ് ടാർ ചെയ്തിട്ട്. അപ്പോൾ നല്ല മെക്കാറിഡൻ്റ് റോഡ് തന്നെ പറയാം. കാരണം വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും മെച്ചപ്പെട്ട റോഡായിരുന്നു ആദ്യം ഇത്. പക്ഷേ ഇതിപ്പം റിപ്പയറിങ്ങോ കാര്യമോ ചിലർ പണി നടക്കുന്നതല്ലാതെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സ്ഥലത്തെ MLA അല്ലെങ്കിൽ PW അധികൃതർ തിരിഞ്ഞ് നോക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ. അതുമാത്രമല്ല പിന്നെ പറശ്ശിനിക്കടവ് പിന്നെ കൊട്ടിയൂർ ഉത്സവം നടന്ന 100 കണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിൻ്റെ ഇരുവശത്തും സൈഡാക്കി നിർത്തുന്നത്. റോഡിന് വീതിയുണ്ട്, പക്ഷേ നിലവിലെ റോഡ് ടാർ ചെയ്ത് വീതി കൂട്ടുന്നില്ല എന്നുള്ളതാണ് വിഷയം. നിലവിലുള്ള റോഡ് വീതി കൂട്ടി ടാർ ചെയ്ത് വെച്ചാൽ 100 കണക്കിന് വണ്ടികളാണ് കൊട്ടിയൂർ ഉത്സവം വന്ന പറശ്ശിനിക്കടവ് തളിപ്പറമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവഴി ഇങ്ങനെ പോയി വരുന്നത്. അതുകൂടാതെ നിത്യേന 1000-1000 വണ്ടികൾ കടന്നു വന്ന റോഡാണിത്. ഈ റോഡിൽ ഇതേപോലെ ചെറിയ കട്ടറുകൾ മഴക്കാലമായാലും വാഹനങ്ങൾ ചെറിയ 2 വീലറാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. ഈ റബ്ബറിൽ ഇവിടുന്ന് ഒരാൾ മരിച്ചു. 100 പിന്നെ ഒരു അനവധി ആക്സിഡൻറ്റ് ഈ കഴിഞ്ഞ ആഴ്ച 3-4 ആക്സിഡൻ്റായി. ഇത് വന്ന് എടുക്കലാന്ന് നമ്മളെ പരിപാടി. അപ്പോൾ ഈ ആക്സിഡൻറ്റ് ഇതില്ലാതാകണമെങ്കിൽ ഈ കട്ടർ പോലെ ഈ റോഡിലുള്ള കട്ടറുകൾ നിർബന്ധമായി അത് ഒന്ന് അർജൻറ്റ് മഴക്കാലത്ത് തന്നെ ആയാലും ഇപ്പം തന്നെ ഇന്ന് തന്നെ എന്ന് പറഞ്ഞ പോലെ ചെയ്താൽ അത്രയും ആക്സിഡൻറ്റ് കുറയും എന്നുള്ള വിശ്വാസമാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ അധികാരികൾ ഇതിൻ്റെ തിരിഞ്ഞു നോക്കുക, ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കുക. അങ്ങനെ തന്നെ ഇരിട്ടി തളിപ്പറമ്പ് സ്റ്റേറ്റ് ഹൈവേ വീതി കൂട്ടി ടാർ ചെയ്യുക. 10-14 വർഷമായി നല്ല അടിപൊളിയായി ടാർ ചെയ്ത സ്ഥലം തന്നെയാണ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇപ്പം വാഹനങ്ങൾ കൂടി, അന്നത്തെ വാഹനമല്ല ഇന്ന് വാഹനങ്ങൾ ഒരുപാട് അതിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി വാഹനങ്ങളായി. റോഡിന് വീതി കൂടുന്നില്ല. നിത്യേന അപകടം കൂടുതലാണ്. വാഹനങ്ങൾ എന്നും കുഴിയിൽ വന്ന് പെടുന്നതും അപകടം ഉണ്ടാകുന്ന സ്ഥിരം ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണമെന്നാണ് നമുക്ക് ബന്ധപ്പെട്ട അധികാരികളോട് പറയാനുള്ളത്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.